Hi everyone, MyTechBite എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് Huawei Y9S ക്യാമറ ടെസ്റ്റ് വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോ സാമ്പിൾസിന്റെയും ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ റിയറിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ Y9 കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രണ്ട് ക്യാമറ പോപ്പപ്പ് ക്യാമറ കൂടിയായിട്ടാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി ക്യാമറ 48 മെഗാ പിക്സലിന്റെ f1.8 അപ്പാർച്ചറിൽ തന്നെയാണ് വരുന്നത്. ദെൻ സെക്കൻഡറി ക്യാമറ 8 മെഗാ പിക്സലിന്റെ 2.4 അപ്പാർച്ചർ വരുന്ന അൾട്രാ വൈഡ് ലെൻസും ദെൻ തേർഡ് ആയിട്ട് 2 മെഗാ പിക്സലിന്റെ 2.4 അപ്പാർച്ചർ വരുന്ന ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കാന്നുണ്ടെങ്കിൽ 16 മെഗാ പിക്സലിന്റെ 2.2 അപ്പാർച്ചർ വരുന്ന ലെൻസ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ ബ്യൂട്ടി AI അൽഗോരിതം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോരോ ഫോട്ടോ സാമ്പിൾസ് അതുപോലെ തന്നെ വീഡിയോ സാമ്പിൾസും ചെക്ക് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ നോർമൽ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ആണ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഫോട്ടോ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നാച്ചുറൽ കളർ തന്നെയാണ് ആ ഫോട്ടോയിൽ ലഭിക്കുന്നത്. ഇനി ഡീറ്റെയിൽസ് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡീറ്റെയിൽസ് അതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർപ്നെസ്സും ആ ഫോട്ടോയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓവറോൾ ആ ഫോട്ടോ ഒരു ബ്രൈറ്റ് ആയിട്ട് ഒരു അടിപൊളി ഫോട്ടോ ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് ഇനി അൾട്രാ വൈഡ് ഫോട്ടോ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാ വൈഡിൽ 120 ഡിഗ്രി വരെ നമുക്ക് വൈഡായിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ കളർ നോക്കാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഓഫ്സെറ്റ് ആയിട്ടുള്ള ഒരു കളറായിട്ട് തന്നെയാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ആവറേജ് ഡീറ്റെയിൽസ് നമുക്ക് ആ ഫോട്ടോയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി സൂംഡ് ഫോട്ടോസ് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 6x സൂമിൽ അതായത് മാക്സിമം സൂം ചെയ്തിട്ടാണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഫോട്ടോയിലെ കളറൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഷാർപ്നെസ്സും കുറച്ച് കുറവ് തന്നെയാണ്, പക്ഷെ ഒരു ആവറേജ് ഫോട്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് ഇനി വീഡിയോ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വീഡിയോ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഷാർപ്നെസ്സും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പാർട്ടിൽ അതായത് ആ ഒരു ട്രീയുടെ ഭാഗം എത്തുമ്പോഴത്തേക്കും അവിടെ സാച്ചുറേഷന് കുറച്ചൊരു അധികമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഓവർ സാച്ചുറേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഇനി ഫ്രണ്ട് ക്യാമറ ഫോട്ടോ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഫേസിന്റെ ഡീറ്റെയിൽസ് കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ സ്കിൻ ടോണിന്റെ കളറ് ചെറിയൊരു ഓഫ്സെറ്റ് കളറായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ കളറൊക്കെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു ബ്ലർ ആക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഫ്രണ്ട് ക്യാമറ ഫോട്ടോയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. നെക്സ്റ്റ് ഇനി പോർട്രേറ്റ് മോഡ് ഫോട്ടോ നോക്കാന്നുണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോ തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അതായത് നമുക്കിവിടെ ബൊക്കെ ഇഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോണിന്റെ കളർ നോക്കാന്നുണ്ടെങ്കിൽ നല്ല റിയൽ ആയിട്ടുള്ള കളറിൽ തന്നെയാണ് ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നൈറ്റ് മോഡ് ഫോട്ടോ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോയിൽ ഡീറ്റെയിൽസും ഷാർപ്നെസ്സും കുറവ് തന്നെയാണ്. കളറൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കളർ, അതായത് നൈറ്റിൽ ആ റിയൽ ആയിട്ടുള്ള കളർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോയിൽ ഓവറോൾ ആയിട്ട് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ സൂം ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോയ്സ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമുക്ക് നൈറ്റ് മോഡ് ഫോട്ടോസ് ആവറേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ക്യാമറ ആപ്പിൽ മോർ എന്ന ഓപ്ഷനിൽ വേറെയും ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പെയിന്റിംഗ് ആണ്. അപ്പോൾ ലൈറ്റ് പെയിന്റിംഗ് ഓപ്ഷനിൽ നമുക്ക് ട്രാഫിക് ട്രെയിൽസ്, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രാഫിറ്റി, സിൽക്കി വാട്ടർ, സ്റ്റാർ ട്രെയിൽസ് എന്ന് പറഞ്ഞ 4 ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഞാൻ മെയിൻ ആയിട്ടും ലൈറ്റ് ഗ്രാഫിറ്റി എന്ന് പറഞ്ഞ സംഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വേറെ വരുന്നത് മൂവിങ് പിക്ചേഴ്സ് ആണ്. ഈ മൂവിങ് പിക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൽ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന അതേപോലത്തെ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് AR ലെൻസ് ആണ്. ഈ AR ലെൻസിൽ മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലത്തെ സംഭവം തന്നെയാണ് ഈ AR ലെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും Huawei ക്യാമറയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ക്യാമറ ടെസ്റ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.